വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1987 ജൂലൈ 1-നും 2004 ഡിസംബറിനും മധ്യേ ജനിച്ചവർ ജനന സർട്ടിഫിക്കറ്റോ ജനന സ്ഥലം വ്യക്തമാക്കുന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ അംഗീകൃത രേഖയോ ഹാജരാക്കണം. 2003 ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ശരത്ലാലുണ്ട് നമുക്കൊപ്പം. ശരത്ലാൽ, ഒരു പുതിയ പരിഷ്കാരം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? ബിനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം എന്ന് തന്നെ പറയാൻ വേണ്ടി ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ഇത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ടർ പട്ടികയിലേക്ക് ആളെ ചേർക്കുന്ന ഒരു പ്രവണത ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരം ഒരു നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. അത് 2003 മുമ്പ് ുള്ളവർക്ക് ഇത് ബാധകമല്ല. തെരഞ്ഞെടുപ്പ് 2003 ശേഷമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ അതാത് ജനന സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജനന സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന ഏതെങ്കിലും രേഖകളും വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പെട്ടെന്ന് തന്നെ ആ മണ്ഡലത്തിലുള്ള വ്യക്തിക്ക് അതിലേക്ക് മാറാനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ നിരവധി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുപ്രധാനമായ ഒരു പരിഷ്കരണം വന്നിരിക്കുകയാണ്. ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആ പരിഷ്കാരം ഉണ്ടാകും എന്നുള്ളതാണ് ശരത്ലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 1987 ജൂലൈ 1-നും 2004 ഡിസംബറിനും മധ്യേ ജനിച്ചവർ ജനന സർട്ടിഫിക്കറ്റോ ജനന സ്ഥലം വ്യക്തമാക്കുന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ അംഗീകൃത രേഖയോ ഹാജരാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വോട്ട് തിരികെ കയറ്റുന്ന വ്യാജ രേഖകൾ ഉണ്ടാക്കി തിരികെ കയറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അത്തരം പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നീക്കം.